ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ഒരു എന്താ പറയുക, ചോറിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമുക്ക് ചോറ് കഴിക്കുകയാണെങ്കിൽ ഇത് മാത്രം കൂട്ടിയിട്ട് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. ഇതും ഇതിൻ്റെ ഒപ്പം ഒരു രസവും ഒരു പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അതും അതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ അത് നേന്ത്രപ്പഴം വെച്ചിട്ടുമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു അടിപൊളി റെസിപ്പി തന്നെയാവും എന്നുള്ളത്. അപ്പൊ ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ റെസിപ്പി ഉണ്ടാക്കാനുള്ള സാധനങ്ങള് നമ്മളിവിടെ നേന്ത്രപ്പഴം വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കണത്. അപ്പൊ ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 4 ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ ഇതേപോലെ. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില വേണം. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പില തന്നെയാണ്. പിന്നെ പച്ചമുളക് വേണം, വെളുത്തുള്ളി കുറച്ച് വേണം, അതേപോലെ തന്നെ ഇഞ്ചി വേണം. ഇഞ്ചിയൊക്കെ ഞാൻ അതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പുളി ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ മുളക് പൊടി ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ. അതേപോലെ നേന്ത്രപ്പഴം ഞാൻ 3 നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുത്തോളാം. പിന്നെ നമുക്ക് വേണ്ടത് കായം വേണം, കായത്തിന്റെ പൊടി. പിന്നെ വറവിടാനായിട്ട് കടുക് വേണം, ഉലുവ വേണം. കടുകും ഉലുവയും വേണം. ശർക്കരയുടെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ശർക്കര അച്ചാണ് എടുക്കണത് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉരുക്കിയിട്ട് ഒഴിച്ചോളൂ, അല്ലെങ്കിൽ കല്ലുണ്ടെങ്കിലോ. ഇത് കല്ലില്ലാത്ത കാരണമാണ് ഞാൻ ഇങ്ങനത്തെ ശർക്കരയുടെ പൊടി എടുക്കാൻ കാരണം. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ വേണം, അതേപോലെ ഉപ്പ് വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്. പിന്നെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇതൊരു മധുരവും എരിവും പുളിയും എല്ലാം കൂടി ഉള്ള ഒരു റെസിപ്പിയാന്ന് മനസ്സിലായില്ലേ? എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഞാനിത് എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കും. അപ്പൊ നമുക്കിനി ഉണ്ടാക്കാനൊക്കെ നോക്കിയാലോ. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ അവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ ഉലുവി ഇട്ട് കൊടുക്കാം. ഉലുവി കടുക് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും ഇങ്ങോട്ട് പൊട്ടി വരട്ടെ. അത് പൊട്ടി വന്നാൽ നമുക്ക് ഇഞ്ചി, പിന്നെ എന്താ പറയുക, വെളുത്തുള്ളി, പച്ചമുളകും ഒക്കെ കൂടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, പച്ചമുളകും, അതേപോലെ നമ്മുടെ കറിവേപ്പില. ഇനി ഒന്നും ഇങ്ങോട്ട് വളർന്നു വരട്ടെ. അല്ലാതെ ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട. ഒന്ന് നന്നായിട്ട് ഒന്നും ഇങ്ങോട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ മുളക് പൊടി എന്നിട്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് ഇങ്ങോട്ട് മാറി വരട്ടെ. പച്ചമണം ഒന്ന് ഇങ്ങോട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിട്ടിട്ട് നമുക്ക് ഒന്ന് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാം. തീ സ്ലോ ആക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ശേഷം നമുക്ക് ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. പക്ഷെ ഈ പുളിവെള്ളവും ഈ നേന്ത്രപ്പഴവും കൂടി ഒന്നും ഇങ്ങോട്ട് യോജിപ്പാകട്ടെ. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ആയി വരട്ടെ. ആ
പുളിവെള്ളവും പഴവും എല്ലാം കൂടി ഒന്നും കൂടി യോജിപ്പാവട്ടെ. ഞാൻ കുറച്ചും കൂടി ആ പുളിവെള്ളത്തിൽ കൂടെ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ആ പുളി ഒന്നും കൂടി ഉണ്ട് പിഴിഞ്ഞിട്ട് ഒന്നും കൂടി എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് കിടന്നിട്ട് ഒന്നും കൂടെ ആവട്ടെ. നമുക്ക് ഇനി ഇതിലേക്ക് ശർക്കരയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ശർക്കര പൊടി നമ്മൾ വെച്ചിട്ടില്ല, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതുകൊണ്ടിട്ട് നന്നായി ഒന്നുകൊണ്ട് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ? ഒന്നും കൂടി ആയാൽ നമുക്ക് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് വാങ്ങി വെക്കാം. നമുക്കിനി കായത്തിൻ്റെ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് വാങ്ങി വെച്ച് വേറെ പാത്രത്തിലാക്കി കാണിക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് ചോറിന് ഇത് മാത്രമായാലും നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് മാത്രം എന്ന് പറഞ്ഞാൽ ഒരു രസവും ഒരു പപ്പടവും ഇതൊക്കെ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അസലായിട്ട് കഴിക്കാൻ പറ്റും. കണ്ടില്ലേ? ഇതിപ്പോൾ അതേപോലെയാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ? ഇതാ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ എരിവും പുളിയും മധുരവും എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ഒരു സ്വാദാണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പോൾ നമുക്ക് എന്നാലിനി അടുത്ത വീഡിയോയിൽ കാണാം.